നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ റജബ് മാസത്തിൽ നാം പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഈ റജബ് മാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പവിത്രമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പുണ്യമുള്ള മാസമാണ് റജബ്. റജബ് മാസത്തിന്റെ എന്നതിൻ്റെ അർത്ഥം തന്നെ, റജബ് എന്നതിൻ്റെ അർത്ഥം തന്നെ ആദരണീയം എന്നതാണ്. അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ആ റജബിന്റെ ബഹുമതിയെ, റജബിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അസ്കലാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബു ഷഹറുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹരി, ഷഅബാൻ മാസം എൻ്റെ മാസമാണെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. റമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ മാസം ഉമ്മത്തിന്റെ മാസമാണ്. അപ്പൊ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് റജബ് എന്ന് പറയുന്നത്. അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ബഹുമതി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനം, കഅബാലയം, അത് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമല്ലേ, ലോകത്ത് ഏറ്റവും പുണ്യമുള്ളതല്ലേ കഅബാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബിയുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകരിൽ മഹോന്നതനല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ അള്ളാഹുലേക്ക് ഏത് കാര്യവും ചേർത്തി പറയുമ്പോൾ അതിന് വലിയ ബഹുമതിയും വലിയ ശ്രേഷ്ഠതയും വലിയ പുണ്യവും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. വലിയ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ്. അള്ളാഹു 4 മാസങ്ങൾക്ക് വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഇദ്ദത്തുശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഭൂമി, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളാണുള്ളത്. അതിൽ 4 മാസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അതിലൊരു മാസമാണ് റജബ്. അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ച 4 മാസങ്ങൾ ഒരു മാസമാണ് റജബ്. അപ്പൊ അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസം അള്ളാഹു മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇത് യാദൃശികമല്ല. ഫി കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിൽ, അതായത് ലൗഹുൽ മഹ്ഫൂദിൽ തന്നെ അള്ളാഹു ഈ 12 മാസങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്നൊക്കെ അള്ളാഹു മുന്നേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ 12 മാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വഅന്നഹു സുബ്ഹാന വല്ലാഹ ഹാദിഹി ശുഹൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളെ വെച്ചിട്ടുണ്ട്. വസമ്മാഹാ ബി അസ്മാഇഹാ, അതിന് അല്ലാഹു പേരും നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മുന്നേ ഈ 12 മാസങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് യാദൃശ്ചികമായി വന്നതല്ല, ഇത് പെട്ടെന്ന് ഉണ്ടായി വന്നതല്ല. 12 മാസങ്ങൾ അല്ലാഹു മുന്നേ ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ്. ആ മാസങ്ങളിൽപ്പെട്ടതാണ് റജബ് മാസം. അലാമാ റത്തബഹ അലൈഹി, ഈ 12 മാസങ്ങളെ അള്ളാഹു തർത്തീബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ മാസം കഴിഞ്ഞാൽ ഇന്ന മാസം എന്നൊക്കെ, റജബ് കഴിഞ്ഞാൽ ഷഅബാൻ, ഷഅബാൻ കഴിഞ്ഞാൽ റമദാൻ എന്നൊക്കെ അള്ളാഹു മുന്നേ തർത്തീബ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ. വഅൻസല ദാലിക അൽ അംബിയാ, ഇത് അംബിയാക്കൾക്ക് അള്ളാഹു ഇറക്കി നൽകിയിട്ടുണ്ട്. ഫീ കുതുബിഹിൽ മുനസ്സല, അവർക്ക് ഇറക്കപ്പെട്ട വേദങ്ങളിൽ. അമ്പിയാക്കൾക്ക് അള്ളാഹു അവർക്ക് ഇറക്കപ്പെട്ട വേദങ്ങളിൽ ഈ 12 മാസങ്ങളെ കുറിച്ച് അള്ളാഹു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾ ബഹുമാനമുള്ളതാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റജബ് ആ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്.
ഏറ്റവും ശ്രേഷ്ഠതയുള്ള ബഹുമാനമുള്ള പുണ്യങ്ങളുടെ കവാടമാണ് റജബ് എന്ന് പറയുന്നത്. റജബ് തുടർന്ന് വരുന്ന ഷഅബാൻ വലിയ പുണ്യമുള്ള മാസമാണ്. അതിൽ തുടർന്ന് വരുന്ന റമളാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ പുണ്യങ്ങളുടെ കവാടമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ഷഅബാനെയും റമളാനെയും ഒക്കെ സ്വീകരിക്കേണ്ട മാസം കൂടിയാണ്. അതിനുവേണ്ടി തയ്യാറാകേണ്ട മാസമാണ് റജബ് എന്ന് പറയുന്നത്. അപ്പോൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഈ റജബ് മാസം നാം വിത്തിറക്കേണ്ട മാസമാണ്. ഷഅബാൻ മാസം അതിനെ നട്ടു വളർത്തേണ്ട മാസമാണ്. റമളാൻ മാസം ആ വളർന്നുണ്ടായ ആ സസ്യത്തിൽ നിന്ന് ആ ഫലം, അതിൻ്റെ ഫലം നമ്മൾ കൊയ്തെടുക്കേണ്ട മാസമാണ് റമളാൻ എന്ന് പറയും മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിത്തിറക്കണം, നോമ്പെടുക്കാൻ പരിശീലിക്കണം, ഇബാദത്ത് ചെയ്യാൻ ശീലിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ നമുക്ക് റമളാനെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുത്താൻ കഴിയുകയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് തയ്യാറെടുപ്പുകൾ റജബ് മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, തുടങ്ങേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റജബ് വലിയ ബർക്കത്തിന്റെ മാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മാസം കൂടിയാണ് റജബ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ ദഖല റജബുൻ, റജബ് മാസം കടന്നു വന്നാൽ ഹബീബായ തങ്ങൾ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ഹബീബായ തങ്ങൾ പറയുമായിരുന്നു എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റജബ് മാസം വന്നാൽ നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങളെ റമളാനിൽ നീ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഹബീബായ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ബർക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. റജബിൽ നമുക്ക് ബർക്കത്തുണ്ടാകണം. റജബ് മാസത്തിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. ഏതൊരു കാര്യത്തിൽ നമുക്ക് ബർക്കത്ത് അനിവാര്യമാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ഫീ ഷൈഇൻ, ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഖൈർ, അതിലുള്ള നന്മ സ്ഥിരപ്പെടലാണ്. അപ്പൊ നമുക്ക് മക്കളുണ്ടായാൽ മാത്രം പോരാ, മക്കളിൽ ബർക്കത്തുണ്ടാകണം. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നത്തുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. ചിലപ്പോൾ നമ്മളെ മുതലും നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഫിത്നയായി മാറിയേക്കാം. അതിൽ ബർക്കത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് മക്കളുണ്ട്, അവരെ കൊണ്ട് ഉപകാരപ്പെടുന്നില്ല. കാരണം എന്തേ? മക്കളിൽ ബർക്കത്തില്ല. ഭാര്യമാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവമാണുള്ളത്. ഭാര്യമാരിൽ ബർക്കത്തില്ല. സമ്പത്തുണ്ട്, അതുകൊണ്ടൊരു ഉപകാരവുമില്ല. സമ്പത്ത് കൊണ്ട് ഉപകാരപ്പെടണമെങ്കിൽ അതുകൊണ്ട് ദാനധർമ്മങ്ങൾ നൽകണം. ഇപ്പോൾ കണ്ടിട്ടില്ല, വലിയ പൈസയുള്ള ആളുകളാണ്, ഭക്ഷണം നല്ലതുപോലെ കഴിക്കാൻ കഴിയാത്ത ആളുകൾ. അസുഖമാണ്, ഷുഗറാണ്, മധുരമുള്ളത് കഴിക്കാൻ പറ്റില്ല. മറ്റസുഖങ്ങളാണ്, നല്ല എണ്ണയുള്ളത്, കൊഴുപ്പുള്ളത്, നല്ല മാംസം, അതൊന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾ. പക്ഷെ ഇതൊക്കെ വാങ്ങി കഴിക്കാനുള്ള സമ്പത്തുണ്ട് താനും. അതാണ് സമ്പത്തിൽ ബർക്കത്തില്ല, മക്കളിൽ ബർക്കത്തില്ല. അപ്പൊ എല്ലാത്തിലും ബർക്കത്ത് വേണം. അതിന് നമ്മൾ ദുആ ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി ഷഹീദായവരാണ് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിന് വേണ്ടി മഹാനവർകൾ പോകുന്ന സമയത്ത് മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഉഹദ് യുദ്ധത്തിൽ എങ്ങാനും ഷഹീദായാൽ നീ എൻ്റെ കടങ്ങളൊക്കെ വീട്ടണം. ഈ ഈത്തപ്പഴം വിളവെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈത്തപ്പഴ തോട്ടമുണ്ടായിരുന്നു, ആ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തുകൊണ്ട് ഈത്തപ്പഴം പറിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? അത് കച്ചവടം ചെയ്ത് എൻ്റെ കടങ്ങളൊക്കെ വീട്ടണമെന്ന് പറയുകയാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി ഷഹീദാവുകയാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഈ കാര്യം ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഉപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈത്തപ്പഴം പറിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ട് എന്ത് ചെയ്യണം? കടമൊക്കെ വീട്ടണമെന്ന്. ഹബീബായ തങ്ങൾ പറയാൻ, ഞാൻ വന്നിട്ട് നീ അത് കച്ചവടം ചെയ്താൽ മതി, നീ അത് വിറ്റാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങൾ വരികയാണ്, ഈത്തപ്പഴം പറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനു ചുറ്റും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും നടക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഈത്തപ്പഴം എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ അത് വാരി കൊടുക്കുക. അങ്ങനെ അത് വാരി കച്ചവടം ചെയ്യുകയാണ്. അതിൽ വലിയ ബർക്കത്തുണ്ടായി, കടം വീട്ടിയിട്ടും അതിൽ മിച്ചമുണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും. അപ്പോൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഒരു കാര്യത്തിൽ ബർക്കത്തുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ
വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്തൊരു കാര്യത്തിൽ നമുക്ക് ബർക്കത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായിട്ട് ബർക്കത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യിപ്പിക്കണം സാലിഹീങ്ങളോട്. ഇപ്പൊ ഹബീബായ തങ്ങൾ അതിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ എന്തായി? ആ ഈത്തപ്പഴയിൽ ആ ഈത്തപ്പഴത്തിൽ ബർക്കത്തുണ്ടായി. അത് കച്ചവടം ചെയ്തിട്ടും എന്തായി? ബാക്കിയുണ്ടായി. മിച്ചം സമ്പത്ത് കിട്ടി. കടം വീട്ടാനും സാധിച്ചു. അപ്പോ സ്വാലിഹീങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? ബർക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. സാലിഹീങ്ങളോട് നമ്മൾ ദുആ ചെയ്യാൻ പറയണം. ബർക്കത്തിന് വേണ്ടി നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ബർക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും വേണം. അത് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാന നബിയു യുഅല്ലിമുന, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് പഠിപ്പിച്ചത്? ഏത് പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇനാ وأبصارنا وقلوبنا وأزواجنا وذرياتنا وتب علينا إنك أنت التواب الرحيم. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇന, ഞങ്ങളുടെ കേൾവിയിൽ ബർക്കത്ത് ചെയ്യണേ. അതുപോലെ തന്നെ വഅബ്സ്വാരിന, ഞങ്ങളുടെ കാഴ്ചയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൽ ബർക്കത്ത് ചെയ്യണേ. വഅസ്വാജിന, ഭാര്യമാരിലും വദുരിയാത്തിന, മക്കളിലും ഒക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ നിന്നിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്, നീയാണ് തൗബ സ്വീകരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന. അപ്പോൾ മക്കളിലും സമ്പത്തിലും കേൾവിയിലും കാഴ്ചയിലും ഹൃദയത്തിലും ഒക്കെ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആ പ്രാർത്ഥന സ്വഹാബത്തിന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കൂടിയുള്ളതാണ് ഈ പ്രാർത്ഥന. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇന വഅബ്സ്വാരിന വഖുലൂബിന വഅസ്വാജിന വദുരിയാത്തിന വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ള പ്രാർത്ഥന നമ്മളും പതിവാക്കണം. നമ്മുടെ മക്കളിലും ഭാര്യമാരിലും സമ്പത്തിലൊക്കെ ബർക്കത്ത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ ഉപകാരവും നമുക്കുണ്ടാവുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മഹാന്മാരായ സഹാബത്ത് എങ്ങനെയായിരുന്നു എന്നറിയോ? കാനന്നാസു, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നഹു ഖാൽ, മഹാനവർകൾ പറയുകയാണ്, കാനന്നാസു ഇദാ റഅൗ അവ്വല സമരിൻ ജാഹു ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പഴം, ഇപ്പൊ ആർക്കെങ്കിലും മദീനയിൽ ആർക്കെങ്കിലും ഒരു പഴമുണ്ടായാൽ, അല്ലെങ്കിൽ കൃഷിയിൽ ആദ്യത്തെ വിളവെടുപ്പിന്റെ സമയത്ത് അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കൽ വരും. ആദ്യം ഒരു കാര്യം വിളവെടുത്താൽ, ഒരു പഴം വിളവെടുത്താൽ, ഒരു കൃഷിയിൽ നിന്ന് വിളവെടുത്താൽ അതിന്റെ ആദ്യത്തെ പങ്ക് കൊണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് ഹബീബായ തങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന, ഈ ഫലത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സ്വാഇന വബാരിക് ലനാ ഫീ മുദ്ദിന. സ്വാഉം മുദ്ദക്ക് എന്ന് പറഞ്ഞ ഒരു കണക്കാണ്. അപ്പൊ സ്വായിലും മുദ്ദിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ നമ്മളും നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ഒരു വാഴപ്പഴം ഉണ്ടായാൽ അതെന്താ, ആദ്യം പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? ദുആ ചെയ്യിപ്പിക്കും പള്ളിയിൽ നിന്ന്. അതുപോലെ തന്നെ കൃഷി ഉണ്ടായാൽ നെല്ലിൽ നിന്ന് ആദ്യത്തെ പങ്ക് പള്ളിയിൽ കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ പള്ളിയിൽ ലേലം വിളിക്കും. ഇതൊക്കെ പണ്ട് മുതൽ ഹബീബായ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ നിലനിന്ന് വന്നിരുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും ആരും ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇതൊന്നും പഴഞ്ചനായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ആക്ഷേപിക്കരുത്. ഹബീബായ തങ്ങളുടെ കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യത്തെ ഒരു പങ്ക് സ്വാലിഹീങ്ങൾക്കും പള്ളിക്കും ഒക്കെ കൊടുക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതൊക്കെ നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാത്തിലും ബർക്കത്തുണ്ടാകാൻ ഉതകുമെന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? റജബ് മാസം വലിയ ബർക്കത്തിന്റെ മാസമാണ്. റജബുൽ ബർക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അത് അതിപ്രധാനമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഒന്നാമതായിട്ട് റജബിൽ നാം ചെയ്യേണ്ടത് ഈ ദുആ വർദ്ധിപ്പിക്കലാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കലാണ് ഈ മാസത്തിൽ പ്രധാനമായും വേണ്ടത്. ഇതാണ് ഹദീസിൽ റിവായത്ത് ചെയ്ത കാര്യം. ഒരുപാട് ദിക്റുകളൊക്കെ മറ്റതുണ്ട്, പക്ഷേ ഇത് ഹദീസിൽ റിവായത്തോടു കൂടി വന്നതാണ് ഈ പ്രാർത്ഥന. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ നോമ്പ് കൂടുതൽ വർദ്ധിപ്പിക്കണം. നമ്മുടെ ശരീരത്തിൽ നോമ്പെടുത്ത് പരിശീലിപ്പിക്കണം. അതിനുള്ള മാസമാണ്. കാരണം റമളാനിൽ നമുക്ക് നോമ്പെടുക്കുമ്പോൾ ക്ഷീണവും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇബാദത്ത് ചെയ്ത് നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കണം. അതിനൊക്കെയുള്ള മാസമാണ് ഈ റജബ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇബാദത്ത് തുടങ്ങി വെക്കണം, നോമ്പെടുത്ത് ശീലിപ്പിക്കണം. കൂടുതൽ സൽക്രമങ്ങൾ നമ്മൾ ചെയ്യണം, സ്വതക്ക ചെയ്യണം. ഇതൊക്കെ റജബിൽ ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ വലിയ പുണ്യമുണ്ട്. മറ്റു മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യം നമുക്ക് കരസ്ഥമാകുമെന്ന്
ഹബീബായ തങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം തിന്മ ചെയ്യാനും പാടില്ല. തിന്മ ചെയ്താൽ വലിയ ശിക്ഷയും കിട്ടും, മറ്റു മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയും കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റജബിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ അഖ്റ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.